ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ മിഡ് വീക്ക് എവിക്ഷൻ ടാസ്ക്കാണ് നടക്കുന്നത്. ഈ ഒരു ടാസ്കിൽ ഏറ്റവും കുറവ് പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നത് അനീഷിനാണ്. അനീഷിന് വേണ്ടി മത്സരിച്ചത് ശരത്തും അനുമോളുമാണ്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു മഡ്പിറ്റുണ്ട്. അതിന് മുൻപായിട്ട് 6 ബോക്സുകളും ബോക്സിൻ്റെ പുറകിലായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് താക്കോലുമുണ്ട്. ബസർ ശബ്ദം കേൾക്കുമ്പോൾ ആ പാത്രത്തിലുള്ള താക്കോലെടുത്ത് ബോക്സ് തുറക്കണം. ബോക്സ് തുറന്ന ശേഷം ബോക്സിലുള്ള ഗ്ലൗസും ഗ്ലാസും എല്ലാം എടുത്ത് ആദ്യം തന്നെ 6 പേരാണല്ലോ മിഡ് വീക്ക് എവിക്ഷനിലുള്ളത്. അപ്പോൾ 6 പേരെ സഹായിക്കാനായിട്ട് 2 പേര് വെച്ചുണ്ട്. ഓരോരുത്തർക്കും 2 സഹായി വീതമുണ്ട്. അതിൽ ഒരു സഹായി പാത്രത്തിലുള്ള താക്കോലെടുത്ത് പെട്ടി തുറന്ന് അതിനകത്തിരിക്കുന്ന ഗ്ലൗസും ആക്സസറീസും എടുത്ത് മറ്റേ സഹായിക്ക് കൊടുക്കണം. ആ സഹായി ഗ്ലൗസ് എല്ലാം ഇട്ട ശേഷം മഡ്പിറ്റിലേക്ക് ഇറങ്ങുന്നു. ഇറങ്ങിയ ശേഷം മഡ്പിറ്റിലുള്ള കോയിനുകൾ കളക്ട് ചെയ്യുക, മാക്സിമം കളക്ട് ചെയ്യുക. ഇതാണ് ടാസ്ക്. ഈ ടാസ്കിൽ ഏറ്റവും അവസാനം താക്കോലിട്ട് ബോക്സ് തുറന്നത് അപ്പാനി അശരത്താണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഏറ്റവും അവസാനം മാത്രമേ മഡ്പിറ്റിൽ ഇറങ്ങാൻ സാധിച്ചുള്ളൂ. അവർക്ക് ഏകദേശം 3 കോയിൻ കിട്ടിയെന്നാണ് ലൈവിലൂടെ മനസ്സിലാക്കുന്നത്. ഒനീലിന് 12 കോയിനും അഭിലാഷിന് 14 കോയിനും കിട്ടി. അതായത് അഭിലാഷ് മത്സരിക്കുന്നത് സരികയ്ക്ക് വേണ്ടിയാണ്. ഒനീലിന് വേണ്ടി മത്സരിച്ചത് അക്ബറും ഷാനവാസുമാണ്. ബാക്കിയുള്ളവരുടെ പോയിന്റ് ലൈവിൽ പറഞ്ഞത് കേട്ടില്ല. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാലും ഏറ്റവും കുറവ് ലഭിച്ചിരിക്കുന്നത് അനീഷിനാണ്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.